വാർത്തയ്ക്കാണ്. ദില്ലി തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മാറിക്കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് ഉച്ചയ്ക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത്. വോട്ടെടുപ്പ് അടുത്ത മാസം 5-നാണ് ദില്ലിയിൽ. വോട്ടെണ്ണൽ അടുത്ത മാസം 8-നും, അതായത് ഫലപ്രഖ്യാപനം അടുത്ത മാസം 8-ന് തന്നെ വരും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വെള്ളിയാഴ്ചയാണ് പുറത്തിറക്കുന്നത്. ഉത്തർപ്രദേശിലെയും തമിഴ്നാട്ടിലെയും ഉപതെരഞ്ഞെടുപ്പുകളും ഇതോടൊപ്പം നടത്തുന്നുണ്ട്. PR സുനിൽ ചേരുന്നു വിവരങ്ങളുമായി. സുനിൽ, ഏറെ ആകാംക്ഷയുണ്ട് രാജ്യതലസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിലേക്ക്. കാരണം അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു തിരിച്ചുവരവായി മാറുമോ? BJPക്ക് എത്ര നേട്ടം ഉണ്ടാക്കാനാകും? കോൺഗ്രസിന്റെ ഭാവി എന്താകും? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരിക്കുമല്ലേ ഈ തെരഞ്ഞെടുപ്പ് ഫലം? വിനീത, തീർച്ചയായും വലിയ രാഷ്ട്രീയ പോരായിരിക്കും ദില്ലിയിലെ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ദില്ലിയിൽ തുടരുന്നതിനിടെയാണ് ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിനീത ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വരുന്ന 10-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങുക. 17-ാം തീയതിയാണ് പത്രിക നൽകാനുള്ള അവസാന തീയതി. ഇനി ഒരു 10 ദിവസം മാത്രമേ ഉള്ളൂ പത്രിക നൽകാനുള്ള അവസാന തീയതിക്ക്. ആം ആദ്മി പാർട്ടി ഇതിനകം തന്നെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കോൺഗ്രസും BJPയും കുറച്ചുകൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. 20-ാം തീയതിയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. 5-ാം തീയതി ഫെബ്രുവരി 5-ന് വോട്ടെടുപ്പ് നടക്കും. ഫെബ്രുവരി 8-ന് വോട്ടെണ്ണൽ നടക്കും. ഏതായാലും ദില്ലിയുടെ ജനവിധി ഇത്തവണ എങ്ങനെയായിരിക്കും എന്നത് തീർച്ചയായും ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ച ചെയ്യപ്പെടുന്നതായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ദില്ലിയിൽ വലിയ രാഷ്ട്രീയ വിപ്ലവം നടത്തി അധികാരത്തിൽ വന്ന പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. അഴിമതിക്കെതിരെ കുരിശ് യുദ്ധം നടത്തി അധികാരത്തിൽ വന്ന ആം ആദ്മി പാർട്ടി 2013-ൽ കോൺഗ്രസ് പിന്തുണയിൽ സർക്കാർ രൂപീകരിച്ചെങ്കിലും ആ സർക്കാർ അധികം മുന്നോട്ട് പോയില്ല. പിന്നീട് 2015-ൽ വലിയ മുന്നേറ്റം നടത്തിയാണ് ആം ആദ്മി പാർട്ടി ദില്ലിയിൽ വന്നത്. 70-ൽ 67 സീറ്റും പിടിച്ച് അതിന് തുല്യമായ വിജയം തന്നെയായിരുന്നു 2020-ലും ആം ആദ്മി പാർട്ടി ആവർത്തിച്ചത്. അതേസമയം 2020-ന് ശേഷം തീർച്ചയായും ദില്ലിയിലെ രാഷ്ട്രീയ രംഗത്ത് അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ നേരിട്ടത് വലിയ അഴിമതി കേസുകളായിരുന്നു. അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ കിടക്കേണ്ട സാഹചര്യമുണ്ടായപ്പോൾ അതിനൊക്കെയുള്ള ഒരു പ്രതികാരമായിരിക്കും, പകരം വീട്ടലായിരിക്കും ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ്. അതെങ്ങനെ ദില്ലി ജനത അംഗീകരിക്കും, ദില്ലി ജനത എങ്ങനെയായിരിക്കും ആം ആദ്മി പാർട്ടിയെ ഇനി ഉൾക്കൊള്ളാൻ പോകുന്നത് എന്നൊക്കെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. BJP ആണെങ്കിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് ദില്ലിയിൽ ഇത്തവണ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും വിജയമൊക്കെ തന്നെ BJPക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. 3-ാം തവണ ദില്ലിയിൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന സാഹചര്യമൊക്കെ തന്നെ ദില്ലിയിൽ ഗുണം ചെയ്യും എന്ന് BJP വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്. കോൺഗ്രസ് ആണെങ്കിൽ തീർച്ചയായും ഷീലാ ദീക്ഷിതിന് ശേഷം ദില്ലിയിൽ ഇതുവരെ തലപൊക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. ആ ഒരു ഉള്ള ജീവൻ നിലനിർത്താനുള്ള ഒരു ജീവൻ മരണ പോരാട്ടത്തിലായിരിക്കും കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ. ഏതായാലും ദില്ലിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് തീർച്ചയായും BJPയും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള വലിയ പോരാട്ടം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാഷ്ട്രീയ ചൂട് ദില്ലിയിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി വോട്ടെടുപ്പിന്. സുനിൽ, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനത്തിൽ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപുള്ള സമയം മുഴുവൻ വിനിയോഗിച്ചത് പല കാര്യങ്ങൾ വിശദീകരിക്കാൻ, ആരോപണങ്ങളിൽ മറുപടി നൽകാനൊക്കെയാണ്. നമുക്കറിയാം, മഹാരാഷ്ട്ര, ഹരിയാന തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമൊക്കെ കോൺഗ്രസ് ഉയർത്തിയ ആരോപണങ്ങൾ, പ്രതിപക്ഷം ഉയർത്തിയ അട്ടിമറി ആരോപണങ്ങൾ, അതിനൊക്കെ തന്നെ ഇന്ന് കൃത്യമായ മറുപടി നൽകുന്നു. EVM അത് സംബന്ധിച്ചുയർന്ന ആരോപണങ്ങളിൽ അങ്ങനെ ഒരു അട്ടിമറിക്ക് സാധ്യതയില്ല എന്ന് തന്നെ നിസ്സംശയം പറയുകയാണ് കമ്മീഷൻ. അക്കാര്യങ്ങളിൽ കൃത്യമായൊരു നിലപാട് കൂടിയാണ് കമ്മീഷൻ പറയുന്നതല്ലേ? വിനീത, 2 മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ആരംഭിച്ചത്. 45 മിനിറ്റ് സമയം ഈ വോട്ടിംഗ് യന്ത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളും പ്രതിപക്ഷം ഉയർത്തിയ ആക്ഷേപങ്ങൾക്കുമൊക്കെ തന്നെ മറുപടി നൽകാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചത്. പ്രധാനമായും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് ശേഷം ഈ വോട്ടിംഗ് ശതമാനത്തിലൊക്കെ തന്നെ ഉണ്ടായ വർധനവ് വലിയ ആശങ്കയായി കോൺഗ്രസ് ഉയർത്തിയിരുന്നു. മാത്രമല്ല, ചിലയിടങ്ങളിൽ വോട്ടെണ്ണലിൽ വലിയ വ്യത്യാസം വന്നു, വോട്ട് കൂടി എന്നൊക്കെയുള്ള ആക്ഷേപം ഉയർന്നിരുന്നു. ഈ വിഷയത്തിലൊക്കെ തന്നെ വളരെ വ്യക്തമായി മറുപടി നൽകാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ശ്രമിച്ചത്. വലിയ പരിഭ്രാന്തി പരത്തുന്ന ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പരമാവധി ഒഴിവാക്കണം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നു. വോട്ടിംഗ് യന്ത്രത്തെ ഒരു കാരണവശാലും അട്ടിമറിക്കാൻ സാധിക്കില്ല. ഏതെങ്കിലും വൈറസിലൂടെ വോട്ടുകളിൽ കൃത്രിമം ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇക്കാര്യം വളരെ കൃത്യമായി പരിശോധിച്ചതാണ്. മാത്രമല്ല, വോട്ടെടുപ്പിൻ്റെ 8 മുതൽ 9 ദിവസം മുൻപ് ഈ വോട്ടിംഗ് യന്ത്രം പുറത്തെടുക്കുകയും അത് കൃത്യമായി പരിശോധിക്കുകയും ചെയ്യും. അതിനുശേഷം എല്ലാവരുടെയും സാക്ഷി
സാഹചര്യത്തിലാണ് ഈ വോട്ടിംഗ് യന്ത്രം സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്നത്. പിന്നീട് മോക്ക് പോളിംഗിനായി വോട്ടെടുപ്പിൻ്റെ തലേ ദിവസം ഈ വോട്ടിംഗ് യന്ത്രം പുറത്തെടുക്കുന്നതും എല്ലാവരുടെയും സാക്ഷ്യത്തിലാണ്. അങ്ങനെ വളരെ സുതാര്യമായാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നത്. അതിനെതിരെ ആക്ഷേപം ഉന്നയിച്ച് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ആവശ്യപ്പെട്ടത്. ഇക്കാര്യങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ അദ്ദേഹം ഇന്ന് ശ്രമിക്കുകയായിരുന്നു. ശരി, PR സുനിലാണ് ദില്ലിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. രാജ്യ തലസ്ഥാനം ഏതായാലും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ്. കെജ്രിവാളിന്റെ ഒരു തിരിച്ചുവരവാകുമോ എന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. BJPക്ക് എന്ത് നേട്ടമുണ്ടാക്കാനാകുമെന്നും അറിയണം.